ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു വീട് വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ട് ഓരോ റൂമുകളുടെ സ്ഥാനങ്ങൾ, ആ വീട്ടിൽ പ്രധാന മാസ്റ്റർ ബെഡ്റൂം എവിടെയായിരിക്കണം, പ്രധാന ഡോർ എവിടെയായിരിക്കണം, ഇതിൻ്റെ കിച്ചൺ എവിടെയായിരിക്കണം, ഇതിൻ്റെ ടോയ്ലറ്റുകൾ ഏത് ഭാഗത്ത് വരാം, സ്റ്റെയർ കേസ് എവിടെ വരാം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി നല്ലൊരു വാസ്തു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഫെങ്ഷു കൺസൾട്ടൻ്റ് കാണിച്ചുകൊണ്ട് വേണം ഒരു വീട് തുടങ്ങാനായിട്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ കിച്ചണാണ്. ഇപ്പോൾ ഒരു വീടിൻ്റെ കിച്ചൺ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ വീടിൻ്റെ വിജയവും പരാജയവും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ കിച്ചൺ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും അഗ്നികോണിലാണ് കിച്ചൺ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഈ അഗ്നികോണിൽ വരുന്ന കിച്ചൻ്റെ ആ കിച്ചൺ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വീടെടുത്തിട്ട് അതിൽ കിച്ചൺ എവിടെയാണെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിച്ചു. നമ്മൾ ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ചെയ്യുകയാണ്. ആ റൂമിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ വേണം നമ്മൾ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ വയ്ക്കാനായിട്ട്. അത് കിഴക്ക് നോക്കി പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കണം. ചിലർ ഇതുപോലെ അടുക്കള ചെയ്തിട്ട് അതിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ തന്നെ അടുപ്പ് വെക്കുകയും ചെയ്യും. എന്നിട്ട് അത് തെക്കോട്ട് നോക്കി നിന്നായിരിക്കും പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അത് ശരിയല്ല, അത് തെറ്റാണ്. അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയിൽ അടുപ്പ് അല്ലെങ്കിൽ സ്റ്റൗ വയ്ക്കുക. എന്നിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ വേണം ആ അടുക്കള നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ചിലർ ഇപ്പോൾ ഇതെല്ലാം മോഡലർ കിച്ചനൊക്കെ ചെയ്യാനായിട്ട് അത് സെൻട്രൽ കിഴക്ക് ഭാഗത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നല്ലതല്ല. തെക്ക് കിഴക്ക് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അത് കഴിഞ്ഞിട്ട് അടുക്കളയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അടുക്കളയ്ക്ക് വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം സിങ്ക് വരേണ്ടത്. ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും കാരണവശാൽ സിങ്കിന് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വടക്ക് ഭാഗത്തേക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്റ്റൗവും സിങ്കുമായിട്ട് അടുത്തടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റൗവും സിങ്കും അടുത്തടുത്ത് വരുന്നത് ഒന്ന് ജലവും ഒന്ന് അഗ്നിയുമാണ്. അപ്പം ഈ സ്റ്റൗ അല്ലെങ്കിൽ അഗ്നി കെട്ടുപോകാനായിട്ടുള്ളൊരു സാധ്യത ഇതിലുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് ചില വീടുകളിൽ നമ്മളതങ്ങനെ ചെയ്തു പോയി. ഇനി നമുക്കത് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ ഒരു ചെറിയ പ്ലാന്റ്, ഒരു ചെറിയ കുപ്പിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു ലക്കി ബാമ്പുവിൻ്റെ തണ്ടോ അല്ലെങ്കിൽ ഒരു മണി പ്ലാന്റിൻ്റെ തണ്ടോ ഇട്ട് കഴിഞ്ഞാൽ ഈ വാസ്തുദോഷം മാറും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം, അതായത് ഈ സിങ്ക്, ആ വെള്ളം ഈ വരുന്ന വുഡിനെ വളർത്താനായിട്ട് സഹായിക്കുകയും ഈ വുഡ് ഈ ഫയറിനെ കത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഫെങ്ഷി സൈക്കിളിലേക്ക് ഇത് മാറും. അപ്പോൾ ആ ദോഷത്തിന് ഒരു പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കിഴക്ക് വശത്ത് സ്റ്റൗ വെച്ചിരിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് വശത്ത് ഫ്രിഡ്ജ് ഇരിക്കുകയാണ്. അപ്പം വെള്ളവും തീയും, തീ എന്ന് പറയുന്നത് സ്റ്റൗവും വെള്ളം എന്ന് പറയുന്നത് ഫ്രിഡ്ജുമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് മുഖത്തോട് മുഖം ഇരിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ കലഹത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ആ മുഖത്തോട് മുഖം എന്നുള്ള ഡയറക്ഷൻ ഒന്ന് മാറ്റി വയ്ക്കുക. ഇതും ചില വീടുകളിൽ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതായത് സ്റ്റൗ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഫ്രിഡ്ജിൻ്റെ ഈ പവർ പോയിന്റ് കൊടുത്തിരിക്കുന്നു അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൗവിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും നടുക്ക് ഒരു ചെറിയ ബാമ്പുവിൻ്റെ ഒരു മുളം തണ്ട് ഒരു ചെറിയ ചരടിനകത്ത് കെട്ടി ഇതിൻ്റെ സെൻട്രൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൈക്കിൾ ഉണ്ടാവും. വാട്ടർ വുഡിലേക്ക് ചെല്ലുകയും വുഡ് ഫയറിലേക്ക് ചെല്ലുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ദോഷം മാറാനായിട്ട് അത് സഹായിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം കിച്ചൺ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ചെയ്തു. തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്കുള്ള വാതിൽ ഒരുപാട് വീടുകളിൽ കിഴക്ക് ഭാഗത്ത് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തം വീടിനെ എടുക്കുമ്പോൾ അതിനെ കിഴക്ക് ഭാഗത്തുള്ള ദർശനമാണെന്നുണ്ടെങ്കിൽ അതിനെ സെൻറ്ററാക്കിയിട്ട് കിഴക്ക് നിന്ന് വടക്ക് കിഴക്കിലേക്കുള്ള ഭാഗമാണ് ഉത്തമമായിട്ടുള്ള ഉച്ചം എന്ന് പറയുന്ന ഡോർ കൊടുക്കാനായിട്ടുള്ള നല്ല സ്ഥലം. സെൻറ്ററിൽ നിന്ന് വലത്തോട്ടുള്ള, അതായത് കിഴക്ക് നിന്ന് തെക്ക് കിഴക്ക് വരെയുള്ള ഭാഗം നീച്ചമാണ്. അവിടെ ഡോറിന് നല്ല ഇതല്ല. അപ്പോൾ തെക്കോട്ട് ഇറങ്ങി കൂടാന്നുള്ളൊരു ധാരണ വെച്ചിട്ട് പലരും കിഴക്ക് ഡോർ കൊടുക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇത് അതിൻ്റെ തെക്ക് കിഴക്ക് നിന്ന് തെക്കോട്ടുള്ള ഭാഗത്ത് പുറത്തോട്ട് ഇറങ്ങുന്ന രീതിയിൽ ആ ഭാഗത്ത് പകുതിക്കകത്ത് ഡോർ കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് ഉച്ചസ്ഥാനമാണ്, മറ്റത് നീച്ചസ്ഥാനവുമാണ്. അപ്പോൾ ഡോറ് അവിടെ ക്രമീകരിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കിച്ചണകത്ത് ചെയ്യുന്ന പെയിൻറ്റ്. അപ്പോൾ ഒരു കാരണവശാലും കിച്ചണകത്ത് റെഡ് കളറുകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം റെഡ് എന്ന് പറയുന്നത് ഫയർ എനർജിയാണ്. അപ്പോൾ റെഡ് കൂടുതലായിട്ടുള്ള കിച്ചണുകളിൽ അവിടെ അഗ്നിബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കിച്ചണിൽ പരമാവധി റെഡ് കളേഴ്സ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ചിലർ ചോദിക്കും, ഒരു കുക്കർ റെഡ് കളറിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? അങ്ങനെയൊന്നും ദോഷമല്ല. ഞാൻ പറയുന്നത് വലിയ മാറ്റുകൾ അല്ലെങ്കിൽ റെഡ് പെയിൻറ്റുകൾ അല്ലെങ്കിൽ കബോർഡുകൾ ചെയ്തിരിക്കുന്ന
മൊത്തം റെഡ് കളർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളതാണ് ഈ പറയുന്നത്. അതുപോലെ മെഡിസിൻ ചിലർ അവരുടെ കഴിക്കാൻ, ഇപ്പോൾ ചില വീടുകളിലൊക്കെ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അടുക്കളയ്ക്കകത്ത് നിറച്ച് മെഡിസിൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ മെഡിസിൻ വെക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന പോലെ ഉള്ള കാലം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാവും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അടുക്കളയിൽ മരുന്നുകൾ വെക്കാൻ പാടില്ല. മരുന്നുകളും മറ്റേ ടാബ്ലറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.